SFIOയുടെ അന്വേഷണമാണ്. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടിൽ SFIOയുടെ അന്വേഷണം തുടക്കത്തിൽ തന്നെ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. തുടരെയുള്ള ദിവസങ്ങളിലാണ് SFIO ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നത്. ഇപ്പോൾ CMRലിന്റെ ഓഫീസുകളിലാണ് റെയ്ഡ് പ്രധാനമായും നടത്തുന്നത്. പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ എന്ന് പേര് കേട്ട അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും പരിശോധനയും റെയ്ഡുമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് CMRലും കടന്ന് അടുത്ത അന്വേഷണം എക്സാലോജിക്കിലേക്ക് എത്തുന്നത് എപ്പോഴായിരിക്കും, എപ്പോഴാണ് തലസ്ഥാനത്തേക്ക് അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം വരിക? ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ഊഹാപോഹങ്ങൾ ഇപ്പോൾ തന്നെ പ്രചരിക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. കർത്തയ്ക്ക് ശേഷം വീണയിലേക്കോ എന്നാണല്ലോ ടോം ചോദിക്കുവാനുള്ളത്. ഈ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ അത് എത്ര ദിവസം തുടരാനുള്ള സാധ്യതയുണ്ട്? എന്തായാലും SFIOയുടെ അന്വേഷണം എന്നുള്ളത് വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും വിവരങ്ങൾ ചോർന്നു കിട്ടുന്നുണ്ടോ? മഞ്ജുഷ, നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് SFIO ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ മാസം, അതായത് ജനുവരി 31 തീയതിയാണ് കോർപ്പറേറ്റ് മന്ത്രാലയം SFIOക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ഇതിന്റെ അന്വേഷണ ചുമതല കൈമാറുന്നത്. BJP നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയിലായിരുന്നു ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ പരിധിയിലുള്ള SFIOക്ക് ഇതിന്റെ അന്വേഷണം കൈമാറുന്നത്. ഇതിന്റെ പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ CMRലിന്റെ കൊച്ചിയിലെ ആലുവയിലെ ആസ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി റെയ്ഡ് നടത്തുന്നത്. ഇന്നലെ രാവിലെ തുടങ്ങിയ റെയ്ഡ് രാത്രി വരെയും തുടർന്നിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് രാവിലെ വീണ്ടും പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. ഒരു പ്രാഥമിക പരിശോധനകളാണ് ഇപ്പോൾ. ഇതിൽ പ്രധാനമായും എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടുകൾ അത് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. 2016 മുതൽ 2019 വരെയുള്ള കാലയളവിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് 1,72,00,000 രൂപ നൽകി. അത് മാസപ്പടിയായി നൽകിയെന്നാണ് ഗുരുതരമായി ഉയർന്നു വന്ന ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളെല്ലാം ആരംഭിച്ച പശ്ചാത്തലത്തിലായിരുന്നു കോർപ്പറേറ്റ് കേസുകൾ, കോർപ്പറേറ്റ് കമ്പനികളുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുന്ന SFIO ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത്. സാധാരണ നമുക്കറിയാം SFIOയുമായി ബന്ധപ്പെട്ട അതിന്റെ അധികാര പരിധി, ഇത് ഇത്തരം സാമ്പത്തിക ആരോപണം തെളിഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കേസെടുക്കാനുള്ള അധികാരം SFIOയ്ക്കുണ്ട്. സ്വാഭാവികമായും അതിന്റെ തുടർ നടപടി, അതായത് ഈ ആദ്യഘട്ടമായി ഇപ്പോൾ നിലവിൽ CMRലിന്റെ ഓഫീസിലാണ് റെയ്ഡെങ്കിൽ തുടർന്ന് ഒരുപക്ഷെ എക്സാലോജിക്കിലും അതോടൊപ്പം സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിലേക്കും ഇതിന്റെ പരിശോധനകൾ നീണ്ടേക്കാം. ഇന്നലെ ഇപ്പോൾ തന്നെ തലസ്ഥാനത്ത് ഇതേക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. കാരണം ഈ കമ്പനി വിലാസം എന്നുള്ള രീതിയിൽ AKG സെന്ററിന്റെ പേര് നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു അഭ്യൂഹം എന്ന രീതിയിൽ പരക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അരുൺ പ്രസാദ് എന്ന് പറയുന്നത് പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ പേരെടുത്തിട്ടുള്ള ആളാണല്ലോ. അദ്ദേഹത്തെ കൂടി ചേർത്തുകൊണ്ട് ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അരുൺ പ്രസാദ് AKG സെന്ററിൽ കയറും, അവിടെ നിന്ന് ക്ലിഫ് ഹൗസിൽ എത്തും തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാർത്തകളാണ് പ്രചരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സ്ഥിരീകരിക്കാറായിട്ടുണ്ടോ? അതോ ഈ CMRലിന്റെ ഇടപാടുകളെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പ് എന്നുള്ളതാണല്ലോ? അങ്ങനെ ആയിരിക്കുമോ കാര്യങ്ങൾ? ഈ മാസപ്പടി ഡയറി പ്രധാനപ്പെട്ടതാണ്, അതിൽ PV എന്നുള്ള പേര് പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ സ്ഥിരീകരിച്ചതിന് ശേഷമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയുള്ളൂ? മഞ്ജുഷ, തീർച്ചയായും. കാരണം ആ രീതിയിൽ CPM ഒരു അപകടം മണക്കുന്നുണ്ട്. കാരണം ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആരോപണം, മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കമെന്നൊക്കെ CPMന് പ്രതിരോധിക്കാമെങ്കിൽ പോലും ഇതിന്റെ ഈ കേസിന്റെ സ്വഭാവം ഗുരുതരമാണ്. കാരണം മറ്റ് കേസ് പോലെയല്ല. ഇതിൽ കുറ്റകൃത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരുപക്ഷെ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം, അറസ്റ്റിലേക്ക് കിടക്കാം. അതല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ EDക്കോ CBIക്കോ അതിന്റെ അന്വേഷണം കൈമാറാം. അങ്ങനെ ഈ കേസ് ഒരു നിസാര കേസായി മാത്രം കാണാൻ കഴിയില്ല. ഗുരുതര സ്വഭാവമുള്ള കേസാണ്. അതിന്റെ തുടർ നടപടിയായിട്ട് ഒരുപക്ഷെ നിലവിൽ CMRലിന്റെ ഓഫീസിലാണ് റെയ്ഡെങ്കിൽ അതിന്റെ അടുത്ത ഘട്ടമായി എക്സാലോജിക്കിലേക്ക്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കും പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിലേക്കുമൊക്കെ അന്വേഷണം നീങ്ങാം. അതിന് പിന്നാലെ ഒരുപക്ഷെ കൂടുതൽ പരിശോധനകളുടെ ഭാഗമായി നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിലേക്ക് അടക്കം ഉള്ള പരിശോധനകൾ ഒരുപക്ഷെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ SFIയെ സംബന്ധിച്ച് അതിന്റെ അധികാര പരിധി, അതിന്റെ അന്വേഷണ പരിധിയൊക്കെ വളരെ വിശാലമായിട്ടുള്ളതാണ്. അവർക്ക് ഏത് ഘട്ടത്തിലേക്ക് വരെ
അതിന്റെ അന്വേഷണം വിപുലീകരിക്കാനുള്ള സാധ്യതകളുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ആ ഘട്ടത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും CPM നിലവിൽ ഈ രീതിയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം പിടിമുറുക്കുമ്പോഴും അതിനെ പ്രതിരോധിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ കേന്ദ്ര സർക്കാരിന്റെ നീക്കമായിട്ടൊക്കെ നിലവിൽ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുമെങ്കിലും എന്തായാലും വരും ദിവസങ്ങളിൽ SFIയുടെ അന്വേഷണത്തിന്റെ ഗതി എങ്ങോട്ടാണ് എന്നത് വളരെയധികം നിർണായകമാണ്. CPM ഇപ്പോൾ തന്നെ പ്രതിരോധം തീർത്തു കഴിഞ്ഞു. രാഷ്ട്രീയമായ വേട്ടയാടലാണ് നടക്കുന്നത്, മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള വേട്ടയാടലാണ് എന്ന് CPM ഇതിനകം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അടുത്തതായിട്ട് SFIO ഉദ്യോഗസ്ഥർ AKG സെന്ററിലോ ക്ലിഫ് ഹൗസിലോ വരുമോ എന്നുള്ള ആകാംക്ഷ കൂടി ഈ അന്വേഷണത്തിൽ ഉണ്ട്.